ഹലോ ഫ്രണ്ട്സ്, എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ, എങ്ങനെയാണ് ബിസിനസ് ചെയ്യാൻ, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ട്, എങ്ങനെയാണ് പോയത് എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതിനു മുന്നേ ഞാൻ കുറേ ഇൻഫർമേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന ക്ലോത്തിങ് ബിസിനസ്സാണ്. അപ്പോൾ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് വേണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കാണാത്തവരുണ്ടെങ്കിൽ മറക്കാതെ പോയി കാണുക. ഇതിപ്പോൾ ഒരു ലോങ് വീഡിയോ ആണ്. കുറച്ച് കേൾക്കുമ്പോൾ ഒന്ന് ബോറടിക്കുമെങ്കിലും ഒന്ന് കണ്ടു നോക്കുക. ചിലർക്കെങ്കിലും എൻ്റെ ഇൻഫർമേഷൻസ് ഹെൽപ്ഫുൾ ആവും. ബിസിനസ് എന്ന് പറയുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ബിസിനസ് എന്ന് പറഞ്ഞിറങ്ങിയപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻസ് വന്നു കേട്ടോ. അതായത് ക്ലോത്തിങ് ബിസിനസ് എന്നൂടെ പറയുമ്പോൾ എല്ലാവരും പറയും, അയ്യോ ഒരുപാട് മാർക്കറ്റിൽ ഒരുപാട് കോമ്പറ്റീഷനുള്ള ഫീൽഡാണ്, അപ്പം എന്നെ കൊണ്ട് പറ്റുമോ, നടക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞു. പിന്നെ നെഗറ്റീവിനെ മാത്രം നമ്മൾ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നെഗറ്റീവ് മാത്രമേ കാര്യമുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നിനെ തരണം ചെയ്ത് മറ്റൊന്നിലോട്ട് പോയല്ലേ സക്സസ് ആവുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു, വെറുതെ ഇരിക്കുന്നതിൽ എത്രയോ ഭേദമാണ് ഒരു ബിസിനസ് ചെയ്ത് മുന്നേറുന്നത്. ശരിക്കും ഞാൻ ഒറ്റ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഒരിക്കലും മറ്റുള്ളവൻ്റെ നിന്ന് കാശ് കടം വാങ്ങിച്ച് ബിസിനസ് ചെയ്യാതിരിക്കുക. കാരണം അത് കുറച്ചൊരു പ്രയാസമാണ്. നമ്മുടെ കയ്യിൽ നിന്നുള്ള കാശ് വെച്ച് ചെയ്യുമ്പോൾ ആ നഷ്ടം നമ്മൾ മാത്രം സഹിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ മാർക്കറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു, മാർക്കറ്റിനെ കുറിച്ചും ക്ലോത്ത് വാങ്ങുന്നതിനെ കുറിച്ചും ടാഗിനെ കുറിച്ചും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയി. പിന്നെ പറയാനുള്ളത് എന്താ, ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബിസിനസ് ചെയ്യുമ്പോൾ നമുക്കറിയാത്തൊരു ഫീൽഡാണ് ബിസിനസ് എന്ന് പറയുന്നത്. നെഗറ്റീവും പോസിറ്റീവ്സും ഒക്കെ ഉണ്ടാവും. പക്ഷേ എല്ലാത്തിനെയും പോസിറ്റീവ്സിനെ എടുക്കുക, ചിലത് എല്ലാത്തിനും പാടെ തള്ളിക്കളയാൻ പറയുന്നില്ല. ചില കാര്യങ്ങൾ എടുക്കുക, ചില കാര്യങ്ങൾ വിടുക. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കുക. നെഗറ്റീവിൽ നിന്നാൽ നെഗറ്റീവിൽ മാത്രം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു മൂവ്മെന്റ്സ് ഉണ്ടാവാതെ നിൽക്കും. അപ്പം അതൊക്കെ വിട്ടിട്ട് പോസിറ്റീവായിട്ട് എന്ത് ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ബിസിനസ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു സ്റ്റഡി നടത്തുക. അപ്പം ഞാൻ ചെയ്തത് അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ഒരു ക്ലോത്തിങ് ബിസിനസ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീഷൻ ഫീൽഡാണ്. എല്ലാവരും പറഞ്ഞത് നെഗറ്റീവായിട്ട് പറഞ്ഞുവെങ്കിലും പക്ഷെ അത് ശരിക്കും സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഭയങ്കര കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ ട്രെൻഡിങ് മനസ്സിലാക്കണം, ക്ലോത്ത് മനസ്സിലാക്കണം, ഡിസൈൻസ് അറിഞ്ഞിരിക്കണം, അതാ പെർഫെക്ഷൻ സ്റ്റിച്ചിങ് ആയിരിക്കണം, എല്ലാം ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ചൊത്തണങ്ങി വന്നാലേ നമുക്കത് സക്സസ് ആവുള്ളൂ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങൾ എന്ത് ബിസിനസ്സാണ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ബിസിനസ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തുക. ഞങ്ങൾ കുറേ നാളത്തെ നമ്മുടെ കുറേ റിസർച്ചിന് ശേഷമാണ് നമ്മളിത് ചെയ്യാമെന്ന് ഉറപ്പിച്ച് ഈ ഫീൽഡിലോട്ട് ഇറങ്ങുന്നത്. അപ്പം നിങ്ങളും അങ്ങനെ ആയിരിക്കണം. ഒരു ദിവസം കൊണ്ട് നമുക്ക് ഒരിക്കലും ബിസിനസ് ചെയ്ത് സക്സസ് ആവാൻ കഴിയില്ല. അത് ആർക്കും കഴിയില്ല. ഏത് മേഖലയിൽ ഒരു ദിവസം എണീറ്റ് സ്വപ്നം കണ്ട് എണീറ്റ് വന്ന് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി കുറച്ചൊന്ന് കഷ്ടപ്പെടുക. നമ്മുടെ ടൈം, നമ്മുടെ എഫേർട്ട് എല്ലാം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക. നാളെ എഴുന്നേൽക്കുമ്പോൾ അടുത്തതിന് എന്താ ചെയ്യുക, മീൻസ് അടുത്ത സ്റ്റെപ്സിലോട്ട് പോകണം. ആ സ്റ്റെപ്സ് എന്തൊക്കെ ചെയ്യണം, അപ്പം നമ്മൾ രാത്രിയും നമ്മളത് മൈൻഡിൽ സെറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് അടുത്ത ദിവസം ആവാനുള്ള ഒരു വ്യഗ്രതയാണ് ശരിക്കും പറഞ്ഞാൽ അടുത്ത എന്താ ചെയ്ത് തീർക്കാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ സമയമൊന്നും കിട്ടാറില്ല. എനിക്കാണെങ്കിൽ ഒരു കുഞ്ഞു ബേബി ഉള്ളതാണ്. ആ ബേബിയെ മെയിൻറ്റെയിൻ ചെയ്യണം, അതിനോടൊപ്പം വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാൻ പോകണം, സ്റ്റിച്ചിങ്ങിന് പോകണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ട്രഗിളാണ്. മൊത്തത്തിലൊരു സ്ട്രഗിൾ ആയിട്ടുള്ള ഒരു വഴി കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ തരണം ചെയ്ത് ലാസ്റ്റ് ഒരു സക്സസ്ഫുള്ളിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് ഇല്ലേ, അതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷം, ലോകത്തെ ഏറ്റവും വലിയ സന്തോഷമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ ബിസിനസ് എന്താണെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്ത ബിസിനസ്സിനനുസരിച്ച് നിങ്ങൾ ഒരു കാൽക്കുലേഷൻ ചെയ്യുക. എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ നമ്മളൊരു പ്ലാറ്റ്ഫോം, നമ്മളെ പ്രോഡക്റ്റ് എന്താണെന്ന് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ബിസിനസ് ആകുമ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ ഒരിക്കലും ഷോപ്പ് എടുത്ത് നമുക്ക് ഉള്ള ഒരു കുറച്ച് ബഡ്ജറ്റിൽ തുടങ്ങുക. ആ ബഡ്ജറ്റിന് തുടങ്ങിയ ശേഷം നമ്മൾ ഷോപ്പ് ആകുമ്പോൾ കുറച്ചുകൂടെ കോസ്റ്റ്ലി ഒക്കെ ആണല്ലോ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ, വാട്സാപ്പ് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും ഫേസ്ബുക്ക് ഒക്കെ ത്രൂ ഔട്ട് നമുക്ക് ബിസിനസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഷോപ്പ് നമ്മുടെ വീട്ടിൽ തന്നെ സാധനങ്ങൾ സെറ്റ് ചെയ്ത ശേഷം നമുക്ക് ഓൺലൈൻ വഴി വെബ്സൈറ്റ് ത്രൂ ഔട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. അതായിരിക്കാം, അതാണ് എൻ്റെ ഒരു ഒപ്പീനിയനിൽ അതാണ് ഏറ്റവും കൂടുതൽ നല്ലത്.
അതായത് ഷോപ്പിന് വേണ്ടി കുറേ പൈസ നീക്കി വെക്കണ്ടല്ലോ, ആ പൈസ കൂടി നമ്മുടെ ബിസിനസ്സിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അതാട്ടോ കാര്യം. പിന്നെ അതിനുശേഷം നമ്മുടെ ബിസിനസ്സിന് എന്തൊക്കെ എഫേർട്ട് എടുക്കണം, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് എഫേർട്ട് എടുക്കണം കേട്ടോ. ആ എഫേർട്ടിനനുസരിച്ചായിരിക്കും നമ്മുടെ റിസൾട്ട് വരുന്നത്, അത് മറക്കണ്ട. പിന്നെ എന്നെ സംബന്ധിച്ച് ക്ലോത്തിങ് പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ കുറച്ച് കഷ്ടപ്പാടായിരുന്നു. ബൾക്കായിട്ട് നമ്മൾ എടുത്തു. ഓൺലൈൻ വഴി നമുക്ക് പർച്ചേസ് ചെയ്യാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ വഴി ചെയ്തുകൊണ്ടിരുന്നത്. ചിലപ്പോൾ ബൾക്ക് എമൗണ്ട് പ്രോഡക്റ്റ് നമുക്ക് പർച്ചേസിങ് വരുമ്പോൾ, ഓർഡർ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അടുത്തുള്ള സ്ഥലങ്ങളിൽ പോയി പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ പർച്ചേസ് ചെയ്യുന്ന സ്ഥലം മനസ്സിലാക്കുക, നമ്മൾ അതൊക്കെ പോയി ഒന്ന് വിസിറ്റ് ചെയ്യുക. ചുമ്മാ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് പോയി ഓടിപ്പോയി പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാതിരിക്കുക. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതാട്ടോ. ഇപ്പോൾ ഒരാളുടെ ഒപ്പീനിയൻ മാത്രം എടുക്കാതിരിക്കുക. നമ്മൾ എന്ത് പ്രോഡക്റ്റ് ആണോ, ഇപ്പോൾ ചിലർ ക്ലോത്ത് ആയിരിക്കും ചെയ്യുന്നത്, ചിലർ ഓർണമെന്റ്സ് ആകാം, നമുക്ക് എന്താണോ ഇഷ്ടം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ വാക്ക് കേട്ട് വിശ്വസിച്ച് ഉടനെ ചെയ്യാതെ നമ്മളത് ടെസ്റ്റ് ചെയ്യുക, എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക. അത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. കാരണം നമുക്ക് നാളെ ഒരു കസ്റ്റമേഴ്സ് ഉണ്ടാവുമ്പോൾ നമ്മൾ ഈ വാങ്ങിച്ച പ്രോഡക്റ്റ് അവർക്ക് കൊടുക്കുമ്പോൾ അവരതിൽ സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ബിസിനസ് വന്നതുപോലെ തന്നെ അങ്ങ് പോകും. ആരും അറിയേയില്ല, വന്ന വഴിയെ നമ്മൾ അറിയില്ല. അപ്പോൾ അത് മെയിൻലി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അത് നമ്മൾ എങ്ങനെ അത് ത്രൂ ഔട്ട് കസ്റ്റമേഴ്സിലെത്തിക്കുക, കസ്റ്റമേഴ്സിനെ എങ്ങനെ ഉണ്ടാക്കാം അല്ലേ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കസ്റ്റമേഴ്സിനെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ നമുക്കതിന് ഒരുപാട് പ്ലാറ്റ്ഫോം ഏരിയാസ് ഒരുപാടുണ്ട്. അപ്പോൾ അതിനെ പ്രൊമോഷൻ ചെയ്യിക്കാം. നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിൽ വീഡിയോസൊക്കെ ഇട്ട് പ്രൊമോഷൻ ചെയ്യാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ട് പ്രൊമോഷൻ ചെയ്യിക്കാം. അപ്പോൾ നമ്മളൊരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു എന്ന് 10 പേരിലേക്ക് അറിഞ്ഞാൽ മാത്രമേ നമ്മൾ ആ പ്രോഡക്റ്റ് 10 പേരിൽ നിന്ന് 100 പേരിലോട്ട്, 100 നിന്ന് 1000 പേരിലോട്ടൊക്കെ എത്തണ്ടേ. അങ്ങനെ എത്തിച്ചതിന് ശേഷം അത് ശരിക്കും പറഞ്ഞതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് കേട്ടോ. അപ്പം അങ്ങനെ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ട് മാത്രം ബിസിനസ് ചെയ്യുക. മാർക്കറ്റിങ്ങിൽ ക്ലച്ച് പിടിച്ചാൽ മാത്രമേ നമ്മുടെ പ്രോഡക്റ്റ് വിറ്റ് കഴിഞ്ഞ് പോവുള്ളൂ. അതും ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കണം. എൻ്റെ ഒരു ഒപ്പീനിയനിൽ നമുക്ക് കുറച്ച് എമൗണ്ട് പ്രോഡക്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വാട്സപ്പ് ത്രൂ ഒക്കെ ചെയ്യാം. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞത് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ അത്ര വലിയ ചാർജൊന്നുമില്ല. ഷോപ്പിഫൈ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഷോപ്പിഫൈയിലൂടെയൊക്കെ നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ പ്രോഡക്റ്റ് എന്തൊക്കെയാണ് അത് നമുക്ക് ആഡ് ചെയ്ത് കസ്റ്റമേഴ്സിനെയൊക്കെ നല്ല ഈസിലി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഷോപ്പിഫൈ ഒരു സൈറ്റാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരുപാട് നമ്മുടെ കയ്യിലുള്ള ഒരുപാട് കാശൊന്നും പോകത്തില്ല. അങ്ങനെ ഓർത്ത് ആരും വിഷമിക്കേണ്ട. അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ നമുക്ക് മെയിൻലി അടുത്ത് എത്തിക്കേണ്ട എന്താണ്, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി പറഞ്ഞു, പിന്നെ പ്രോഡക്റ്റ് എത്തിക്കാനുള്ള കസ്റ്റമേഴ്സിനെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ മാർക്കറ്റിലെ ട്രെൻഡിങ് എന്താണ് ഇപ്പോൾ ട്രെൻഡിങ്ങിലിരിക്കുന്നത്. ക്ലോത്ത് ആകുമ്പോൾ ഒരു മെയിൻലി 1 month ഒക്കെ ആയിരിക്കും, പോട്ടെ ഒരു 10-20 ദിവസമൊക്കെ ആയിരിക്കും ഒരു ട്രെൻഡ് നിൽക്കുക. അത് അടുത്തത് പെട്ടെന്ന് ട്രെൻഡിങ് മാറും. അപ്പോൾ നമ്മൾ ഈ ട്രെൻഡിങ്ങിനെ കുറിച്ച് നമ്മൾ ഭയങ്കര ബോധേഡ് ആയിരിക്കണം. ട്രെൻഡിങ് ഇപ്പോൾ മാറും, അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് പെട്ടെന്ന് ചെയ്യുക, ട്രെൻഡിങ്ങിനനുസരിച്ച് അത് വിറ്റഴിക്കുക. അത് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാതെ ട്രെൻഡിങ് കഴിഞ്ഞ ശേഷം പ്രോഡക്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മുടെ ഷെൽഫിൽ ഇരിക്കും എന്നല്ലാണ്ട് വേറെ ഗുണമൊന്നുമില്ല. അപ്പോൾ ട്രെൻഡിങ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, ആ ട്രെൻഡിങ്ങിനനുസരിച്ച് നീങ്ങുക. നമ്മുടെ ഈ ക്ലോത്തിങ് ബിസിനസ്സിലൊക്കെ ആകുമ്പോൾ ഒരുപാട് കോമ്പറ്റീഷനാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ ട്രെൻഡ് ഇറക്കുമ്പോൾ നമ്മൾ അതേ കോപ്പി ചെയ്യരുത് കേട്ടോ. കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ അവർ പറയും ഇത് ഇന്നടുത്ത് നിന്ന് സെയിം അല്ലേ, ഇത് വലിയ ഇതില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ട്രെൻഡിങ്ങിലെ സാധനത്തിന് നമ്മുടേതായിട്ടുള്ള നമ്മുടെ ഒരു കയ്യൊപ്പ് എന്ന് പറയുന്ന കണക്ക് നമ്മുടെ ന്യൂ ഐഡിയാസ് കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ന്യൂ ട്രെൻഡിങ്ങിലോട്ട് നമ്മളത് ക്ലോത്ത് ചെയ്തു കൊടുക്കുക. അപ്പം എല്ലാവർക്കും ഇഷ്ടമാവും, കസ്റ്റമേഴ്സിനെ പെട്ടെന്ന് ഇഷ്ടമാവും. നമുക്കിപ്പോൾ ഫസ്റ്റ് ഒരു കസ്റ്റമറിന് നമ്മൾ നല്ലൊരു ക്വാളിറ്റി ഇല്ലാത്ത കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെ സെലക്ട് ചെയ്യുക ഒരിക്കലും ഇല്ല. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ അല്ലേ, എല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ ഫസ്റ്റ് അവരെ ഇംപ്രസ് ചെയ്തെടുക്കുക. നമ്മൾ അവരിൽ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുത്ത കസ്റ്റമേഴ്സ് നമ്മളെ ചതിക്കില്ല. അവർ നമ്മളിൽ നിന്ന് തന്നെ വീണ്ടും വീണ്ടും വാങ്ങും.
അപ്പോൾ നല്ലൊരു കസ്റ്റമേഴ്സിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി, ട്രെൻഡിങ്, ഡിസൈൻസ് ഒക്കെ ശ്രദ്ധിക്കണം. അതിപ്പോൾ ഞാൻ എൻ്റെ പ്രോഡക്റ്റ് നടങ്കി ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ വിമൻസ് വെയർ ആണ്. അപ്പോൾ ഞാൻ അത് വെച്ച് പറഞ്ഞതാണ്, നിങ്ങളുടെ പ്രോഡക്റ്റ് എന്തും ആകാം. നമുക്ക് മാർക്കറ്റിൽ ഇറങ്ങുന്ന എന്ത് ടൈപ്പ് നമുക്ക് ഈസിലി ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ബിസിനസ് വളരെയധികം ഗ്രോ അപ്പ് ആയി വരും. പിന്നെ പറയുമ്പോൾ ഈ മാർക്കറ്റിങ്ങിലോട്ടും ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുന്നവരൊരു ട്രെൻഡിങ് കൊണ്ടുവരുമ്പോൾ അപ്പം നമ്മൾ ഈ പഴയ ട്രെൻഡിങ്ങിൽ പിടിച്ച് നിൽക്കാതിരിക്കുക. പഴയ ട്രെൻഡിങ് കൊണ്ട് എന്താ ആവശ്യം? എല്ലാവർക്കും ദിനം പ്രതി ട്രെൻഡിങ് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ട്രെൻഡിനനുസരിച്ച് കൊണ്ട് നമ്മുടേതായ പുതിയ സ്ട്രാറ്റജിയൊക്കെ യൂസ് ചെയ്ത്, പുതിയ മോഡലൊക്കെ യൂസ് ചെയ്ത്, പുതിയൊരു മോഡേൺ ട്രെൻഡ് കൊണ്ടുവരിക. അപ്പം എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ പെട്ടെന്ന് ഒരാൾ ഇട്ടുകൊണ്ട് പോകുമ്പോൾ ഒരാൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ അപ്പോൾ ഉടനെ അടുത്ത ആൾ ഇരിക്കാൻ നല്ല ഡിസൈനാണ്, ഇഷ്ടമായി. അപ്പം നമുക്ക് ഇങ്ങനെ കസ്റ്റമേഴ്സിനെ കൂട്ടാം. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ ഡിസൈന്, ക്വാളിറ്റി എല്ലാം മെയിൻലി ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഈ ബിസിനസ്സിലോട്ട് വരുമ്പോൾ നെഗറ്റീവ് കമൻസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ പാടെ ഒഴിവാക്കുക. പിന്നെ നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം എന്താ, ഈ ബിസിനസ് ചെയ്യുമ്പോൾ ഒരുപാട് ഈ പൈസ ചിലവ് വരാത്ത രീതിയിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാത്രം ചെയ്യട്ടോ. അതെനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളടുത്ത് പറയാനുള്ള കാര്യമാണ്. ഒരുപാട് കടമൊന്നും വാങ്ങിച്ചു വെക്കാതെ നമുക്ക് പറ്റുന്ന രീതിയിൽ, നമ്മുടേതായിട്ടുള്ള രീതിയിൽ മാത്രം ബിസിനസ് ചെയ്യുക. കാരണം ഒരു പക്ഷേ ബിസിനസ്സിന് എന്തെങ്കിലും പാളിച്ച വന്നു കഴിഞ്ഞാൽ നമ്മൾ മാത്രം സഹിച്ചാൽ മതി, മറ്റുള്ളവരുടെ ഒരു പ്രഷറും ടെൻഷനും ഒന്നും തല കയറ്റി വെക്കണ്ടല്ലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ ബിസിനസ്സിൽ നമുക്ക് മുന്നേറാൻ പറ്റുള്ളൂ. പിന്നെ ഈ ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോൾ എന്താ, ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. 1 by 1 ആയിട്ട് ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് ഒന്ന് ബിസിനസ് ചെയ്ത് രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് വരരുത്. ഞാനൊക്കെ ഒരു 6 മാസത്തോളം ഇതേക്കുറിച്ച് ചിന്തിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ആലോചിച്ച് മാത്രമാണ് ചെയ്തത്. അപ്പം നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ഇപ്പം എൻ്റെ വീഡിയോ കണ്ടതുകൊണ്ട് നാളെ തന്നെ ബിസിനസ് ചെയ്യാം എന്ന് വിചാരിക്കരുത്. അത് ഭയങ്കരമായിട്ട് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹമൊക്കെ അങ്ങ് നഷ്ടമാവും. അപ്പം അങ്ങനെയല്ല. അപ്പം നമ്മുടെ മൈൻഡിൽ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അപ്പം അത് കുറച്ചൊന്ന് വർക്കൗട്ട് ചെയ്ത് സെറ്റാക്കിയ ശേഷം മാത്രം ബിസിനസ് ചെയ്യാൻ ഇറങ്ങുക. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ബിസിനസ് ചെയ്യാനിപ്പോൾ പഴയ പോലെ ഒന്നല്ല കേട്ടോ, ഭയങ്കര എളുപ്പമാണ്. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ കുറച്ച് ടഫായിട്ടുള്ള ഒരു മേഖലയായിരുന്നു. ഇപ്പോൾ ഓൺലൈൻ ബിസിനസ്സുകളുണ്ട്, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ എളുപ്പമായിട്ടാണ് മാറിയത് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ഓൺലൈൻ വഴി ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പും ത്രൂ ഔട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ ഈ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ചെയ്യുമ്പോൾ അതിൽ ബൂസ്റ്റപ്പ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ബൂസ്റ്റപ്പ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നല്ലതെന്ന് പറയുന്നത് മെറ്റ ആഡ് യൂസ് ചെയ്യുക. മെറ്റ ആഡ് നമുക്കൊരു 200 to 450 വരെയുള്ള റേഞ്ചിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആഡ് റൺ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ റൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പേരിൽ കുറേ കസ്റ്റമേഴ്സിലേക്ക് നമുക്കിത് എത്തിക്കാൻ കഴിയും. പക്ഷേ എത്തിക്കാൻ മാത്രമേ ഈ മെറ്റ ആഡിന് കഴിയുള്ളൂ. പക്ഷെ അത് വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന കസ്റ്റമേഴ്സാണ്. അപ്പോൾ ഈ കസ്റ്റമേഴ്സിനെ വാങ്ങിപ്പിക്കേണ്ടത് ആരാ? നമ്മളാണ്, അല്ലേ? അപ്പോൾ ആ വാങ്ങിപ്പിക്കേണ്ട ആവശ്യം നമുക്കായതുകൊണ്ട് അപ്പോൾ അവരെ കൊണ്ട് വാങ്ങിപ്പിക്കേണ്ട ലക്ഷ്യം നമ്മൾ തന്നെ സെറ്റ് ചെയ്യുക. വേറൊന്നുമല്ല, നല്ല രീതിക്ക് നമ്മുടെ പ്രോഡക്റ്റ് വെച്ചിട്ട് നന്നായിട്ടുള്ള ആഡൊക്കെ ഷൂട്ട് ചെയ്യുക. ആഡിപ്പോൾ നമുക്കിപ്പോൾ മോഡൽസിനെ വിളിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ ന്യൂ സ്റ്റാർട്ടപ്പ് ആണല്ലോ. അപ്പോൾ നമുക്ക് നമ്മൾ ഫ്രണ്ട്സിനെയോ നമുക്ക് അടുത്തറിയാവുന്നവരെ അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യാം. നമ്മുടെ പ്രോഡക്റ്റ് വെച്ച് നല്ലൊരു ആഡ് എടുക്കുക. ആ ആഡ് ത്രൂ ഔട്ട് മെറ്റ ആഡ് വഴി വിടുക. മെറ്റ ആഡ് വിടുമ്പോൾ അപ്പോൾ ഒരാൾ കണ്ടു, അത് കാണുമ്പോൾ നല്ല ക്ലോത്താണ്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ മെയിൻലി ശ്രദ്ധിക്കേണ്ടത് ആ ആഡ് എടുക്കുമ്പോൾ ആ പെർഫെക്ഷൻ, സ്റ്റിച്ചിങ് പെർഫെക്ഷൻ, വീഡിയോ നല്ല ക്ലാരിറ്റി ആയിരിക്കണം, അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണം. പിന്നെ ഈ ക്ലോത്ത് ചെയ്യുമ്പോൾ ക്ലോത്തിൻ്റെ സ്റ്റിച്ചിങ് പെർഫെക്ഷൻ നല്ല ലോങ് ആയിട്ടും നല്ല ഷോർട്ടായിട്ടും നല്ല രീതിക്ക് വീഡിയോസ് എടുക്കുക. അപ്പോൾ വീഡിയോസ് എടുക്കുമ്പോൾ അത് കാണുമ്പോൾ അത് മെറ്റ ആഡ് വഴി ഒരുപാട് പേരിലേക്ക് എത്തുന്നു. അപ്പോൾ അവർക്കത് ഇഷ്ടമാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ തന്നെ ഒരുപാട് പരസ്യങ്ങൾ കാണുമ്പോൾ ഇത് നല്ല ഡ്രസ്സാണ് അല്ലേ, അപ്പോൾ നമുക്കത് ഇഷ്ടമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് പർച്ചേസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കും. അപ്പോൾ ഈ ആഗ്രഹം നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നാണ് അടുത്ത ലക്ഷ്യം. അപ്പോൾ അത് നിങ്ങൾ മെയിൻലി ശ്രദ്ധിക്കുക. കാരണം നമ്മൾ
എന്താ പറയുക, ഈ വാട്സാപ്പ് ഫേസ്ബുക്ക് മാത്രമല്ലല്ലോ, അപ്പോൾ ഈ മെറ്റാഡും നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്, പഴയ പോലെയല്ല, ബിസിനസ്സിന് വളരെ ഈസിയാണ്. ആ ഈസി ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക. അല്ലാതെ വീട്ടിൽ ഇരുന്നിട്ട് ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹമായിട്ട് ഇരുന്നാൽ വീട്ടിലിരിക്കും എന്നല്ലാണ്ട് ബിസിനസ് ഗ്രോ അപ്പ് ആവില്ല, ബിസിനസ് ഐഡിയാസ് മാത്രമായിട്ടിരിക്കും. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ നമ്മുടെ ഈ എന്താ പറയുക, നമ്മളെ ട്രെൻഡിങ്ങിനനുസരിച്ച് നമ്മുടെ കൂടുതൽ ഐഡിയാസ് യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യുക. അപ്പോൾ അത് ഏത് പ്രോഡക്റ്റും ആയിക്കോട്ടെ, നിങ്ങൾ അക്കാര്യത്തിൽ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ബിസിനസ് കുറച്ചുകൂടെ ഗ്രോ അപ്പ് ആയി വരും കേട്ടോ. പിന്നെ അടുത്ത് എന്താ പറയുക, പിന്നെ ബിസിനസ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കാൻ. അതിൽ മെയിൻലി പറഞ്ഞ കാര്യമാണ് ഇത്. പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ക്വാളിറ്റി മസ്റ്റാണ്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും പാടില്ല. കാരണം നമ്മൾ എടുത്ത പ്രോഡക്റ്റ് മോശമാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് അതാ ഞാൻ പറഞ്ഞ ഓൺലൈൻ വഴി ബൾക്ക് വാങ്ങാതിരിക്കുക. നമ്മൾ മെറ്റീരിയൽ കണ്ട് അത് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡോസിന് വേണ്ടി വാങ്ങുക, ടെസ്റ്റ് ചെയ്ത് നോക്കുക, എങ്ങനെയാണെന്ന് കണ്ട ശേഷം നമ്മൾ കണ്ട് ബോധിച്ച് വാങ്ങുക. അതാ ഏറ്റവും നല്ലത്. എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ അതാ ഏറ്റവും നല്ലത്. അപ്പോൾ പിന്നെ നമ്മൾ ഈ ചെയ്യുമ്പോൾ ക്ലോത്ത് ഏത് ടൈപ്പ് ക്ലോത്താണ്, അതെങ്ങനെ വാഷ് ചെയ്യണം ഒക്കെ നമ്മൾ മെയിൻലി പറയുക. അല്ലാതെ ഇപ്പോൾ ഒരു ഡ്രൈ വാഷ് ചെയ്യണ ക്ലോത്ത് നമ്മളെ വിറ്റു, വെറുതെ ഒന്നും പറയുന്നില്ല. അപ്പോൾ അവരുടെ അടുത്ത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലോത്ത് പോയി. അപ്പോൾ നമുക്കവിടെ നെഗറ്റീവ് റിവ്യൂ വന്നുകൊണ്ടിരിക്കും. കാരണം അറിയാത്ത ഒരാൾക്ക് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുക, ഇത് ഇന്ന ക്ലോത്താണ്, ഇന്ന പാറ്റേൺ ആണ്, ഇത് ഇങ്ങനെ മാത്രമേ വാഷ് ചെയ്യാവൂ, എങ്കിലേ ആ ക്ലോത്ത് കൂടുതലായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ നമ്മൾ അതും മെയിൻലി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ ബിസിനസ്സിൻ്റെ ഓരോരോ സ്റ്റെപ്സും റെഡിയായി വരുള്ളൂ. മതിയോ? നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു, ബിസിനസ്സിൽ ഞാൻ ക്ലോത്തിങ് ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് ചോദിക്കുന്നത്, ക്ലോത്ത് എവിടെ നിന്ന് എടുക്കുന്നു, എങ്ങനെയാണ്. അപ്പോൾ ഞാനത് മുന്നേ പറഞ്ഞു പോയ കാര്യമാണ്. കുറേ കാര്യങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഏതൊക്കെയാണെന്നൊക്കെ വിട്ടു പോകുന്നുണ്ട്, വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ ഫാബ്രിക് സെലക്ഷൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില സമയങ്ങളിൽ നമുക്ക് പാളിച്ച് പറ്റാം ഓൺലൈൻ വഴി എടുക്കുമ്പോൾ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ മെയിൻലി നമ്മൾ കണ്ടിട്ട് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ക്വാളിറ്റി അങ്ങനെ ചെയ്താൽ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് കൂടെ നടക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, ക്വാളിറ്റി. പിന്നെ ഈ ട്രെൻഡിങ്ങിലുള്ള ഫാബ്രിക് ഏതെന്ന് കണ്ടുപിടിക്കാം. ചുമ്മാ എല്ലാ ഫാബ്രിക്കും വാങ്ങിച്ച് നമ്മളെ ഷോപ്പിൽ നിറച്ച് വെക്കുന്നേക്കാൾ എത്രയോ നല്ലതാണ് ട്രെൻഡിങ്ങിൽ പോകുന്ന ഫാബ്രിക് ഏതാണ് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള നല്ലൊരു ഡിസൈൻ വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ ക്ലോത്ത് ഇറക്കാം, പുതിയൊരു ഡിസൈൻ ഇറക്കാം. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ചിലർ ബിസിനസ് ചെയ്യുമ്പോൾ ക്ലോത്തിൻ്റെ കാര്യം ചെയ്യുമ്പോൾ ചിലർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടും ക്ലോത്ത് വാങ്ങാറുണ്ട്. മെയിൻലി ഞാൻ ചെയ്യുന്ന വേറൊന്നുമല്ല, ഞാൻ ക്ലോത്ത് പർച്ചേസ് ചെയ്യുന്നു, എന്നിട്ട് ഒരു ഡിസൈൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മളൊരു ഡിസൈൻ ഇറക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ടുള്ള സ്റ്റെപ്സ് ചെയ്യുന്നതാണ് ബിസിനസ്സിലോട്ട്. ഫസ്റ്റ് സ്റ്റെപ്പാണ് ബൾക്കായിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മൾ ഒരു ടൈപ്പ് വെയർ ചെയ്യുമ്പോൾ ആ വെയറിൽ ഒരു ലിമിറ്റഡ് മാത്രം ചെയ്യുക. ഒരു 100 അല്ലെങ്കിൽ ഒരു 200 ക്വാണ്ടിറ്റി അടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് എത്രത്തോളം പോകുമെന്നറിയില്ല. അപ്പോൾ കുറച്ച് സാധനം അടിച്ചു വെച്ചതിന് ശേഷം മാത്രം നമ്മളത് ചെയ്യാം. ഇപ്പോൾ ഒരു 30 എമൗണ്ട് ആണെങ്കിൽ 30 അത് മതി. അപ്പം അത് സെയിലായതിനു ശേഷം നമുക്ക് വീണ്ടും എടുക്കാമല്ലോ. അപ്പം നമുക്ക് വീണ്ടും പ്രീ ബുക്കിംഗ് ഒക്കെ കൊടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ ചെയ്യുന്ന നമ്മുടെ മൂവ്മെൻറ്റ്സിനനുസരിച്ച് നമ്മൾ ഏതാണ് കൂടുതൽ മൂവ് ചെയ്യുന്നത് ആ ഡിസൈൻ വീണ്ടും നമുക്ക് ചെയ്യാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ ബൾക്കായിട്ട് ചില ഡിസൈൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മൾ ട്രെൻഡിങ്ങിലാണെങ്കിൽ പോലും ഡിസൈൻസ് മാറ്റം വരുത്തുമ്പോൾ കസ്റ്റമേഴ്സിന് എത്രത്തോളം ഹാപ്പിലി ആവുന്നു, ഇഷ്ടപ്പെടുന്നു, അതാണ് മെയിൻലി ഫോക്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ കസ്റ്റമേഴ്സിന് ഇഷ്ടമായില്ലെങ്കിൽ ആ സാധനം നമ്മളെ ഷെൽഫിൽ തന്നെ ഇരുന്ന് പോകും. അപ്പോൾ ബൾക്കായിട്ട് അടിച്ച് വെച്ച് കൊണ്ട് വെറുതെ അടുക്കി വെക്കാതിരിക്കുക. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുക, ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്. അത് പറയുമ്പോഴാണ് സ്റ്റിച്ചിങ് യൂണിറ്റ് കണ്ടുപിടിക്കാനുള്ളത്. അത് വലിയൊരു ടാസ്ക്കാണ് സ്റ്റിച്ചിങ് യൂണിറ്റ് കണ്ടുപിടിക്കുന്നത്. കാരണം നമുക്ക് സ്വന്തമായിട്ട് ഒരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റും തുടങ്ങാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് ഞാനിപ്പോൾ കൊച്ചിയിൽ ഇഷ്ടംപോലെ സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കണം. ഫാബ്രിക് സെലക്ഷനിൽ നിങ്ങൾ ഇപ്പോഴും കൺഫ്യൂസിങ് ആണോ?
വെൽക്കം ടു നതാങ്കി. ഞാൻ ആദ്യമായിട്ട് ബിസിനസ് തുടങ്ങിയപ്പോൾ നിങ്ങളെപ്പോലെ തന്നെയായിരുന്നു ഏത് ഫാബ്രിക് സെലക്ട് ചെയ്യണം, ഏത് ടൈപ്പ് ക്ലോത്ത് സെലക്ട് ചെയ്യണം, അങ്ങനെ ഒരു കൺഫ്യൂസിങ് സ്റ്റേജിലാണ് ഞാൻ ഫസ്റ്റ് നിന്നിരുന്നത്. പക്ഷെ അതിൽ നിന്ന് ഇപ്പോൾ കുറേ മാറ്റമൊക്കെ ഉണ്ടായി. അപ്പോൾ നിങ്ങളും ആ ഒരു സ്റ്റേജിലാണെന്ന് എനിക്കറിയാം. അപ്പോൾ കൺഫ്യൂസിങ് മാറ്റാൻ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വഴികളുണ്ട്. നമ്മുടെ മൊബൈലിൽ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കൺഫ്യൂസിങ് മാറ്റിയിട്ട് ഏതൊക്കെ ടൈപ്പ് ക്ലോത്ത് ആണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ഒരു ക്ലോത്ത് കണ്ടാൽ അത് ഇന്ന ടൈപ്പാണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ക്വാളിറ്റി, ആ ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി മെയിൻലി ശ്രദ്ധിക്കുക. ക്വാളിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാളിറ്റി ഇല്ലെങ്കിൽ ക്വാളിറ്റി പോയി കഴിഞ്ഞാൽ നമ്മുടെ ബ്രാൻഡിനെ തന്നെ അത് ബാധിക്കും. അപ്പോൾ ക്വാളിറ്റിയിൽ നമുക്ക് ഒരു കോംപ്രമൈസും ഇല്ല. ക്വാളിറ്റിയെ നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ക്വാളിറ്റിയിലോട്ട് വരുമ്പോൾ നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോസ് ഇവിടെ മെൻഷൻ ചെയ്യാം, നിങ്ങളൊന്ന് കണ്ടാൽ മതി. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. ഓൺലൈൻ വഴി നമ്മൾ ബൾക്ക് എമൗണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അത് ക്വാളിറ്റി ചെക്ക് ചെയ്യാതെ ഒരിക്കലും നിങ്ങൾ പർച്ചേസ് ചെയ്യരുത്. അങ്ങനെ പർച്ചേസ് ചെയ്താൽ അത് നമുക്ക് തന്നെ നഷ്ടമായിട്ട് മാറും. അപ്പോൾ ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുക. അതിപ്പോൾ ഇന്ത്യ മാർട്ടിൽ നിന്നാവാം, അല്ലെങ്കിൽ നമുക്ക് ഒരു ഷോപ്പിൽ പോയി കണ്ട് ഓർഡർ നമുക്ക് ബൾക്കായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമ്മൾ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യരുത്. ക്വാളിറ്റി കാരണം മാർക്കറ്റിൽ ക്വാളിറ്റി കുറഞ്ഞ ബ്രാൻഡും ഉണ്ട്, കുറഞ്ഞതും കൂടിയതും മീഡിയം സൈസൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ക്ലോത്തിങ്സ് ഉള്ളപ്പോൾ നമ്മൾ അതിൽ നിന്ന് വേർതിരിച്ച് നല്ല മാത്രം സെലക്ട് ചെയ്യുക. അപ്പോൾ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് മാർക്കറ്റിൽ ട്രെൻഡിങ്ങിലുള്ള ക്ലോത്ത് ഏതാണ്. അപ്പോൾ ചുമ്മാ ഏതെങ്കിലും ക്ലോത്ത് എടുത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ബിസിനസ് ഒന്നും നല്ലതായിട്ട് റൺ ചെയ്യില്ല. അപ്പോൾ മാർക്കറ്റിൽ ഏതാണ് ട്രെൻഡിങ്ങിലുള്ള ക്ലോത്ത് ഏതൊക്കെയാണെന്ന് മെയിൻലി തിരിച്ചറിയുക. ആ തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള ക്ലോത്ത് മാത്രം പർച്ചേസ് ചെയ്യുക. ചുമ്മാ പർച്ചേസ് ചെയ്ത് വെച്ചാൽ മാത്രം മതിയോ? പോരെ കേട്ടോ. ഈ പർച്ചേസ് ചെയ്തോ നമുക്ക് എന്തെങ്കിലും ഡിസൈൻ ചെയ്യണം. നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ച ക്ലോത്ത് നമ്മുടെ ഒരു ഡിസൈൻ, നമ്മുടെ മൈൻഡിൽ ഒരു ഡിസൈൻ ഉണ്ടാവുമല്ലോ, ആ ഡിസൈനുമായിട്ട് മാച്ച് ചെയ്യുന്നതാണോ നോക്കുക. ഇപ്പോൾ നല്ലൊരു ഡിസൈൻ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ നമ്മുടെ ക്ലോത്തിന് യോജിക്കാതെ സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ മഹാബോറായിരിക്കും. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റിന് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഡിസൈനനുസരിച്ച് നമ്മളെ ക്ലോത്തുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ അത് ഡിസൈനും ഈ ക്ലോത്തും ഓക്കെ ആണ് എന്നറിഞ്ഞാൽ മാത്രം ഡിസൈനിലോട്ട് കിടക്കുക. ഡിസൈൻ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ പെർഫെക്ഷൻ സ്റ്റിച്ചിങ്ങിന് ലെവലോട്ട് പോകുമ്പോൾ നല്ല പെർഫെക്റ്റിങ് സ്റ്റിച്ചിങ് ആണോ, ഡിസൈൻ മാച്ച് ആണോ, ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ബിസിനസ് നല്ലതായിട്ട് മുന്നേറും. അപ്പോൾ കൂടുതൽ ഇൻഫോർമേഷൻസ് ആയിട്ട് വീണ്ടും നടാങ്കി വരുന്നതാണ്. മറക്കണ്ട, നടാങ്കി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ.